പ്രിയപ്പെട്ടവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ തന്നെയാണ് വിഷയം. കേരളം ഇന്ന് ചുട്ടുകൊള്ളുന്ന ചൂടിൽ നിൽക്കുമ്പോൾ അതിലേറെ ചൂടാണ് 140 മണ്ഡലങ്ങളിലും ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഉള്ളിലുള്ളത്. അവരോടൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകർ, സാധാരണക്കാരായ പ്രവർത്തകരുടെ ഉള്ള് ഇന്ന് നല്ല രീതിയിൽ ചുട്ടുപൊള്ളുന്നുണ്ട്. കാരണം അത്രയേറെ ശക്തമായ ഇലക്ഷൻ ചൂടിലൂടെയാണ് കേരളം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, ആ തിരഞ്ഞെടുക്കുന്ന ഒരാൾ നമ്മുടെ MLA ആവുന്നു. ആ MLA ഇനി വരുന്ന 5 കൊല്ലം നമ്മളെ സേവിക്കുന്നു. ആ സേവനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലം നമ്മൾ അനുഭവിക്കുന്നു. അതാണ് ജനാധിപത്യം. അവർ നമുക്ക് നല്ലത് ചെയ്താൽ നമ്മൾ അവർക്ക് പിന്നെയും നമ്മളൊരു അവസരം കൊടുക്കും. അവർ നമുക്ക് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തലയിൽ നുള്ളി മറ്റേ ബാക്കിലെ കോളറിൽ പിടിച്ച് എടുത്ത് പുറത്തു കളയും. അങ്ങനെയുള്ള ഒരു കഴിവ് നമ്മുടെ ജനത്തിന് എന്നുണ്ടാകുന്നു അന്ന് മാത്രമേ ഈ അധികാരമോഹികളായിട്ടുള്ള ഇവിടുത്തെ കുറെ ടീമുകളെ നമുക്ക് പുറത്താക്കാൻ കഴിയത്തുള്ളൂ. ടേമുകൾ മാറി പിന്നെയും അധികാരത്തിന്റെ മത്ത് പിടിച്ച് ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന തുടർച്ചയായി പിന്നെയും MLA ആയിക്കൊണ്ടിരിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കുവാൻ ഇവിടുത്തെ ജനം പഠിക്കണം. കാരണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം, യുവതലമുറയ്ക്ക് ഒരു മാറ്റം കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ദിശാസൂചികയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണത്. ഇവിടെ ഒരു തുടർഭരണം വേണമോ തുടർഭരണം വേണ്ടയോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞു പോയ ഒരു സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം നമ്മളെ കേരളത്തിൽ ഭരിച്ച ഇടതുപക്ഷ സർക്കാർ ഇവിടെ എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. വികസനത്തെ വിലയിരുത്തണം. മതത്തെയും ജാതീയതയും ഡീലുകളും സംസാരിച്ചു വരുന്ന അത്തരം രാഷ്ട്രീയങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇവിടുത്തെ വികസനത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, വികസന രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് ജനത്തിന്റെ വിഷയമായി മാറുന്നു. ഇവിടെ ഒരാൾ മതം പറഞ്ഞ് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള ഡീലുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇതൊന്നും തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയമല്ല. ഇവിടുത്തെ ജനത്തിന്റെ വിഷയമായി മാറുന്നത് ജനത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വികസന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. ഇവിടെ ചിലർ ആരോപിക്കുന്നുണ്ട് ഈ കഴിഞ്ഞു പോയ ടേമുകളിൽ ഇവിടെ പലതരത്തിലുള്ള വികസന മുരടിപ്പുകൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇവിടെ എല്ലാം തന്നെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റൽ രാഷ്ട്രീയമാണ് നടന്നതെന്ന്. നമ്മൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ വികസനത്തിൽ നമ്മൾ അതിനെ പല രീതിയിൽ അതിന്റെ ഉപഭോക്താക്കളായ മനുഷ്യരാണ്. വാർദ്ധക്യ പെൻഷന്റെ കാര്യത്തിലായാൽ പോലും, ഇവിടുത്തെ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലായാൽ പോലും, അതുപോലെ തന്നെ യുവജനങ്ങളുടെ മറ്റു ക്ഷേമ പ്രവർത്തനങ്ങളായാൽ പോലും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരും പല രീതിയിൽ അതിൽ അനുഭവസ്ഥരാണ്. അതേ രീതിയിൽ തന്നെ കുറേയേറെ തെറ്റുകളും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ചിലയേറെ തെറ്റുകൾ ഇന്ന് ഈ കഴിഞ്ഞു പോയ 10 കൊല്ല കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നമ്മളൊന്ന് എടുത്തു വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ BJP പറയുന്നു ഇവിടെ ഒരു മാറ്റമാണ് വേണ്ടത്, ഇവിടെ ഒരു UP മോഡലിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ നടത്തുന്ന വികസനങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ്. ലോക രാഷ്ട്രങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ള പലയേറെ വികസന മോഡലുകൾക്ക് ഉത്തരം കൊടുത്തിട്ടുള്ള, പലയേറെ വികസനങ്ങൾക്ക് കാഴ്ചവെച്ചിട്ടുള്ള, പല ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശസ്തികൾ നേടിയെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. ഒരു വിദേശി ഇവിടെ വന്ന് അദ്ദേഹം അനുഭവിക്കുന്ന നല്ല എക്സ്പീരിയൻസുകളെയും മോശം എക്സ്പീരിയൻസുകളെയും വിളിച്ചു പറയുവാനുള്ള ഒരു സ്പേസ് നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ മറിച്ച് ഈ പറയുന്ന BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിരൂപണം നടത്തുവാൻ, എന്തിനേറെ അവിടെ പോയിട്ടൊരു റിവ്യൂ ചെയ്യുവാൻ പോലും ഇവിടെ ഇന്ന് സാധിക്കാത്ത സാഹചര്യങ്ങളുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതായത് അവിടെ പോയിട്ട് അവിടുത്തെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന, മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, നിറത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, ജാതീയതയുടെ പേരിൽ ആക്രമിക്കപ്പെടുന്ന, പട്ടിണി കിടക്കുന്ന, വ്യക്തമായ വിദ്യാഭ്യാസം ലഭിക്കാത്ത, ശൗചാലയങ്ങൾ എല്ലാവരുടെ വീടുകളിലും എന്ന് പറഞ്ഞ് ആഹ്വാനം നടത്തിയിട്ട് പോലും ഇന്നും നമ്മുടെ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും കൃത്യമായ ശൗചാലയങ്ങൾ പോലും ഇല്ലാത്ത എത്രയോ വീടുകൾ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലുണ്ട്. പട്ടിണി കിടക്കുന്ന, പട്ടിണിയെ മതിൽ കെട്ടി അടയ്ക്കുന്ന, കോളനികളിലുള്ള ദുരിതങ്ങളെ കാണുന്ന എത്രയോ ഇടങ്ങൾ നമ്മുടെ ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്തിന്റെ ഉള്ളിലുണ്ട്.
അതിൽ എത്രയോ മികച്ച, അതിനേക്കാളൊക്കെ എത്രയോ മികച്ചു നിൽക്കുന്നുണ്ട് എന്റെ സംസ്ഥാനം, എന്റെ കേരളം. എന്റെ കേരളം എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തന്നെയാണ്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഇവിടുത്തെ വളർച്ച കാണുമ്പോൾ, ഇവിടുത്തെ വികസനം കാണുമ്പോൾ, ആ വികസനങ്ങളിൽ നിന്നിട്ട് മറ്റൊരു രാഷ്ട്രീയ കക്ഷി പറയുന്നു ഞങ്ങൾ അവിടെ കാണിക്കുന്നത് ഇവിടെ കാണിച്ചു തരാമെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് 500 രൂപ ഡീസൽ അടിക്കാൻ കൊടുത്തു എന്ന് പറയുന്ന ഒരു അഘോരി എന്ന് പറയുന്ന ഒരു മതചിഹ്നത്തിൽപ്പെടുന്ന, ഒരു വിശ്വാസത്തിൽപ്പെടുന്ന ഒരു വ്യക്തി ഇവിടെ വന്നു പോയത്. എല്ലാ ആചാരങ്ങളും എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ റോഡുകളിൽ, ഇവിടുത്തെ തെരുവുകളിൽ വളരെ ഫ്രീഡത്തോടു കൂടി ആ മനുഷ്യൻ നടന്നുപോയി. വന്നു, കണ്ടു, അദ്ദേഹത്തിന്റെ എന്താണോ അദ്ദേഹത്തിന്റെ ഇവിടെ വന്നതിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അത് അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ കേരളത്തിൽ നിന്നും പോവുകയും ചെയ്തു. ഒരാളും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടില്ല, ഒരാളും അദ്ദേഹത്തെ എതിർത്തിട്ടുമില്ല. ഇവിടെ എല്ലാത്തിനും, എല്ലാ മതത്തിനും, എല്ലാ ആചാരത്തിനും, എല്ലാ വിശ്വാസത്തിനും ഉള്ള ഒരു സ്പേസ് കൊടുക്കുന്ന ഒരിടം കേരളമായതുകൊണ്ട് തന്നെ മറ്റ് എന്ത് തന്നെ ഇവിടേക്ക് കടന്നു വന്നാലും അതിന്റെ നല്ലതിനെ തിരിച്ചറിയുകയും അതിന്റെ തെറ്റിനെ അതേപോലെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു ജനം ഇവിടെയുണ്ട്. തെറ്റ് തെറ്റെന്ന് പറയുമ്പോഴും ശരിയെ ശരിയെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജനം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ വികസനം വികസനമായി തന്നെ അംഗീകരിക്കണം. ഇവിടെ നടന്നിട്ടുള്ള ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ഇന്നുള്ളത് എറണാകുളം നഗരത്തിലാണ്. എറണാകുളം നഗരത്തിൽ എന്റെ കണ്ണിന് മുന്നിൽ ഞാൻ എന്നും യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് റീജിയണൽ ക്യാൻസർ സെന്റർ. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വന്നു പോകാനുള്ള ഒരിടം ഉണ്ടായിരുന്നത് അത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരിടത്ത് മാത്രമായിരുന്നിടത്ത് നിന്നും മധ്യ കേരളത്തിൽ, അതായത് നമ്മുടെ കേരളത്തിന്റെ മധ്യഭാഗമായ എറണാകുളത്ത് ഒരു റീജിയണൽ ക്യാൻസർ സെന്റർ കൊണ്ടുവന്ന് അത് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ നാളെ ചികിത്സകൾ തുടങ്ങുമ്പോൾ ഈ പറയുന്ന യാത്രാക്ലേശം അനുഭവിക്കുന്ന കാസർഗോഡുള്ള ഒരാൾക്ക് തിരുവനന്തപുരം വരെ പോയി വരാനുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറി ആ പറഞ്ഞ മനുഷ്യന് എറണാകുളത്ത് വന്ന് ചികിത്സ നേടുവാനുള്ള ഒരു സൗകര്യമാണ് സർക്കാർ അവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ റോഡുകൾ, മലയോര പാതകൾ, അതുപോലെ തന്നെ തീരദേശ പാതകൾ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള നമ്മുടെ റോഡുകൾ, അങ്ങനെ വികസനത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് പറയുവാൻ തുടങ്ങിയാൽ ഒട്ടനവധി വികസനങ്ങളുള്ള നമ്മുടെ നാട്ടിൽ വികസനം സംസാരിക്കുവാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കക്ഷിക്കും സമയമില്ല. മറിച്ച് അവിടെ സംസാരിക്കാനുള്ളത് മതമാണ്, ജാതിയാണ്, മറ്റ് എന്താ പറയുക അലിഗേഷനുകളാണ്, അല്ലെങ്കിൽ എന്തിനേറെ ഡീൽ രാഷ്ട്രീയമാണ്. ഇതെല്ലാം തന്നെ ജനത്തിന് ആവശ്യമുള്ളതെല്ലാം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വികസനം പറഞ്ഞുകൊണ്ട്, വികസനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ചോദിക്കുവാൻ ഏതൊരു കക്ഷി മുന്നിട്ട് വരുന്നു ആ കക്ഷിക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കണ്ടതാണ് എറണാകുളത്ത് തന്നെ തൊട്ടടുത്തുള്ള ആലപ്പുഴ ജില്ലയിൽ എറണാകുളവുമായി കണക്ട് ചെയ്യുന്ന ഒരു തുരുത്തിൽ നിന്നും ആളുകൾക്ക് അവരുടെ നാട്ടിൽ നിന്നും റോഡിലൂടെ വരുവാനുള്ള ഒരു സൗകര്യം, അതായത് അവർ ആശ്രയിച്ചിരുന്നത് തോണികളും ബോട്ടുകളുമായിരുന്നുവെങ്കിൽ അവിടെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടാവാം, അവരുടെ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവർക്ക് കല്യാണ ആലോചനകൾ വരുന്നില്ല. അവിടെ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ യാത്രാ ക്ലേശത്തെ കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ 12,000 ജനങ്ങൾക്ക് വേണ്ടി, ശ്രദ്ധിക്കുക, 12,000 ജനങ്ങൾക്ക് വേണ്ടി 100 കോടി മുകളിൽ ചിലവഴിച്ചുകൊണ്ട് അവിടെ ഒരു പാലം ഈ സർക്കാർ പണിതിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് വികസനം. ഇതാണ് ബേസ് ലെവലിലുള്ള വികസനം. താഴേക്കടയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി വികസനം എത്തി നോക്കുമ്പോൾ, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വികസനം കൊണ്ടുവരുമ്പോൾ ആ സർക്കാരിന് നമ്മൾ കൈയടിക്കണം. തെറ്റുകളെയും ചൂണ്ടിക്കാണിക്കണം, ശരികളെയും ചൂണ്ടിക്കാണിക്കണം. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ MLA അതിന് ഭരിക്കുന്ന പാർട്ടിയിലാണെങ്കിലും മറ്റ് പ്രതിപക്ഷ പാർട്ടിയിലുള്ള സർക്കാരിൻ്റെതാണെങ്കിലും ആ പറഞ്ഞ ആ MLA എന്തുമാത്രം പ്രവർത്തനമാണ് നിങ്ങളുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് അതിന് വോട്ട് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇത്തവണത്തെ ഇലക്ഷൻ നേരിടുവാൻ. അതിന് മാറി മറ്റൊരാളാണ് വരുന്നതെങ്കിൽ ആ പ്രവർത്തനം നടത്തിയ ആ പാർട്ടിക്ക് വേണം നിങ്ങൾ വോട്ട് കൊടുക്കാൻ. ഇവിടെ രാഷ്ട്രീയം നോക്കാതെ വ്യക്തിയെ നോക്കി, വ്യക്തിയുടെ പ്രവർത്തനത്തെ നോക്കി, വികസനത്തെ നോക്കി നമ്മൾ എന്ന് വോട്ട് കൊടുക്കുന്നു അന്ന് മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ. ഇവിടെ നമുക്ക് വേണ്ടത് പുതിയൊരു വികസന തുടർച്ചയാണ് വേണ്ടത്. അത് ഭരിക്കുന്ന പാർട്ടി നടത്തുന്ന വികസനത്തെയും ഇനി വരാൻ പോകുന്നു. കോൺഗ്രസ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. ഒന്ന് ശ്വാസം എടുത്തു തുടങ്ങുന്നതാണ് നമ്മുടെ KSRTC. അറിയാമല്ലോ, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, KSRTC ഒരുപാട് നഷ്ടത്തിൽ പോയിട്ട് ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ ശ്വാസം എടുപ്പിച്ച് അതിലേക്ക് മന്ത്ലി സാലറി എന്ന രീതിയിലേക്ക് അതിന്റെ ഒരു സ്കെയിലിനെ എത്തിച്ച് ലാഭത്തിലായി വരുന്ന ഒരു സംരംഭത്തിനെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന് വേണ്ടിയിട്ട് അതൊരു വാഗ്ദാനമായിട്ട് ജനങ്ങളെ പറ്റിക്കുവാണെന്ന് പോലും
ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കാണ് സംശയം തോന്നാതിരിക്കുക? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ആ പ്രഖ്യാപനങ്ങളല്ല നമുക്ക് വേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരെയും വേദനയിലാഴ്ത്തിയ, നമ്മളെല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു സംഭവമാണ് വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായ ആ വലിയൊരു ആപത്ത്. അന്ന് ഒത്തിരി പേർ നമ്മുടെ ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് പേർ മരണപ്പെട്ടു പോയി, ഒരുപാട് പേർക്ക് അവർ സ്വരുക്കൂട്ടി വെച്ച അവരുടെ സ്വപ്നമായ അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അവർക്കൊരു കരുതൽ നൽകിക്കൊണ്ട് അവർക്കൊരു ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി സർക്കാർ രൂപീകരിക്കുകയും ആ രൂപീകരിച്ച പദ്ധതി പ്രകാരം 400+ ആളുകൾക്ക് അവിടെ വീട് ലഭിക്കുകയും അതിന്റെ ആദ്യഘട്ട ഇനാഗുറേഷൻ നടത്തി കുറെ ആളുകൾക്ക് ഭവനം ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അതിന് നമ്മൾ വോട്ട് നൽകണം. മറിച്ച് ഇപ്പോഴത്തെ ഒരു പ്രതിപക്ഷമുണ്ട്, അവരോട് ഇന്ന് ജനം ചോദിക്കുന്നുണ്ട് തെരുവുകളിൽ, നിങ്ങൾ കോൺഗ്രസേ, നിങ്ങൾ പിരിച്ച പണം എവിടെ? നിങ്ങൾ പിരിച്ച പണത്തിൽ നിങ്ങൾ എത്ര പേർക്ക് വീട് നൽകിയെന്ന് ജനം ഇന്ന് പൊതുമധ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അതിനുത്തരം കൊടുക്കാത്ത നിങ്ങൾ നാളെ എങ്ങനെ കേരളം ഭരിക്കും? നമുക്കെന്തായാലും വരും ദിവസങ്ങളിലെ ഇലക്ഷൻ ചൂടേറിയ വിശേഷങ്ങളുമായി ഈ ചാനലിൽ വീഡിയോകളുമായി തുടരാം. എന്തായാലും മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.